ഇപ്പോൾ ഈ വിവാദങ്ങൾക്കിടെ ദേവസ്വം ബോർഡിന്റെ യോഗം ആരംഭിച്ചിരിക്കുന്നു. പുറത്ത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി RB സനൂപ് ചേരുന്നു. സനൂപ്, എവിടെയാണ് യോഗം നടക്കുന്നത്? ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ് പ്രധാന അജണ്ടയായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെയാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഈ ഉദ്യോഗസ്ഥ തല വീഴ്ച അക്കമിട്ട് നിരത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2019 ഉണ്ടായിട്ടുള്ള സംഭവം വിശദമായിട്ട് ഇന്നത്തെ ബോർഡും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ഈ അന്ന് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ പലരും ഇപ്പോഴും ജോലി ചെയ്യുന്നു. അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നടപടി ഈ ബോർഡിൽ നിന്ന് വേണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. എന്തായാലും അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇന്നിപ്പോൾ ബോർഡ് യോഗം ചേരുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് ഈ ബോർഡ് യോഗം ചേരുന്നത്. അതിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഘം സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ദേവസ്വം ബോർഡോ സർക്കാരോ പണമൊന്നും തന്നെ ചിലവാക്കൂല എന്നൊക്കെ പറയുമ്പോഴും ഈ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം വലിയ തുക പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചിലവഴിച്ചിട്ടുണ്ട്. ദേവസ്വത്തിന്റെ ബോർഡിന്റെ ഫണ്ടല്ല ഇത്, സ്പോൺസർമാരിൽ നിന്ന് സമാഹരിച്ച ഫണ്ടെന്നൊക്കെ വിശദീകരണം ദേവസ്വം ബോർഡ് നൽകുമ്പോഴും ഈ ആർഭാടപരമായിട്ടുള്ള താമസം വരെ ഈ ഡെലിഗേറ്റുകൾക്ക് ഒരുക്കി എന്ന തരത്തിലുള്ള ആക്ഷേപം വരുന്നുണ്ട്. പല ഹോട്ടലുകൾക്കും ലക്ഷങ്ങളാണ് അഡ്വാൻസ് ആയിട്ട് പോലും ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. സ്പോൺസർമാരിൽ നിന്നൊക്കെ പണം കിട്ടിയിട്ട് തന്നെയാണോ ഈ തുക നൽകിയെന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങളും ഇന്നത്തെ ബോർഡ് യോഗം ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ 22-ാം തീയതി രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യും. ഈ ബോർഡ് യോഗം നടക്കുന്നതിനിടയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉണ്ടായത്. ഈ ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കുക എന്നുള്ള ആവശ്യവുമായിട്ട് യുവമോർച്ചയാണ് ആദ്യം പ്രതിഷേധവുമായിട്ട് എത്തിയത്. 4ഓളം പ്രവർത്തകർ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനകത്ത് കയറി കരികൊടി കാണിക്കുന്ന സംഭവം ഉണ്ടായി. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനോടൊപ്പം തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധവുമായിട്ട് എത്തിയത്. ഈ ദേവസ്വം ബോർഡിലെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി വിവാദം എല്ലാം തന്നെ CBI അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നത്. അജിം. ശരി സനൂപ്.